എലോൺ മസ്ക് ആദ്യം എന്റെ സ്റ്റാർലിങ്ങിന് ഒരു ഉത്തരവാദിത്തമാക്കിട്ട് പറ. നീ ഇറങ്ങിക്കോ. ഈ ക്യാമറമാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഐ ആം ഹെൽപ്പിംഗ്. ക്യാമറ എല്ലാം കറക്റ്റ് ആണോ നോക്കിയേ. എല്ലാം കറക്റ്റ്. അർജുൻ സ്ട്രീം നോക്കൂ. സ്ട്രീം നോക്കാനാ? കറക്റ്റ് അല്ലേ? നോക്കുവേ. ഞാൻ വിട്ട് കഴിഞ്ഞാൽ ആഡ് പ്ലേ ആണ്. എന്നാ യു പി ഐ ഇത് വേണമെങ്കിൽ ഇതും വെച്ചോ. യു പി ഐയുടെ ഫോൺ ഉണ്ടോ? ഈ ആൾക്കാരെന്താ പറഞ്ഞാൽ ഇടണ്ടെങ്കിൽ നിങ്ങൾ പറ യു പി ഐ ഇടണോ വേണ്ടെന്ന് പറ. യു പി ഇടണമെങ്കിൽ എല്ലാവരും 1 അടിക്കൂ ചാറ്റിൽ. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാൽ സ്ക്രീനിൽ വരത്തില്ല. ആദിത്യ പ്രദീപ് 29 rupees സൂപ്പർ ചാർജ് ചെയ്തിരിക്കുന്നു. എന്തോ പറയുന്നു ആദിത്യ പ്രദീപ്? ഒന്നും പറയുന്നില്ല. എവിടെയാ നമുക്ക് ഇതെടുക്കണ ടിക്കറ്റ്? ആർട്ട് മ്യൂസിയം. വണ്ടി എടുത്തില്ല. ചാവി എടുത്തില്ല. ഞാൻ ചാറ്റ് വായിക്കട്ടെ. എൻ്റെ ചാറ്റ് എവിടെ? എൻ്റെ ആസനത്തിൽ സൂം ചെയ്യരുത് പ്ലീസ്. സൂം ചെയ്ത് അങ്ങനെയാണ് നോക്കി പറയുന്നതിനെ വിപരീതം. നമ്മൾ എത്തിയിരിക്കുന്ന സൂയിലോട്ട്. യു പി ഐ വേണം? 1 or 2 എന്തോ ഒരു പറയുന്നത്. 1 ഓ 1 പറയുന്നത്. പക്ഷെ 1-ന് അപ്പൊ നീ ഇരുന്ന് വായിക്കേണ്ടി വരും. ഞാൻ സെറ്റ് ചെയ്യുന്നവരെ നീ സെറ്റാക്കിട്ടില്ല. ഞാൻ വായിക്കാം. ഞാൻ ഈ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞാ പോരെ? മൈക്കിലൂടെ ചെയ്യാൻ റെഡിയാണ്. നോട്ടിഫിക്കേഷൻ വരുവാ? നോട്ടിഫിക്കേഷൻ ലോക്ക് അതെ. ഇത് അതെ തിരുവനന്തപുരം ആക്സെന്റ്. ഹാർഡ് കോർ ആക്സെന്റ് ആണ് കേട്ടോ. ഇനി വായിക്കാം അങ്ങോട്ട്. ഞാൻ വായിക്കാം. അക്ഷയ് ഒന്നും മിണ്ടുന്നില്ല. മിഥുൻ നീ ഒന്നും മിണ്ടാത്ത ആൾക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. സങ്കടമൊക്കെ സഹിച്ച് നിൽക്കും. ഉണ്ണാക്കനെ എടുത്തില്ല. ഞാൻ എടുത്തിട്ട് വരാം. നീ അവിടെ പേ ചെയ്യൂ മാനേജർ എന്തെങ്കിലും. ഉണ്ണാക്കനെ നീ പാത്ത് വെച്ചിരുന്നോണ്ടാ. കാറിന്റെ പൊക്കത്തുണ്ട്. നടന്നില്ല. എടാ നോട്ടിഫിക്കേഷൻ വരത്തില്ല ഇതിൻ്റെ അത്? വരുമല്ലോ. ജീപ്പേ വന്നു കഴിഞ്ഞാൽ വിളിക്കുന്നു. ഹായ്. താങ്ക് യു. ഈ സൂയി വല്ലതും ഉണ്ടാ? ഈ സൂയില് ഇപ്പൊ എങ്ങനെയാ ഉള്ളതാ? എന്തുണ്ട്? കുറച്ചൊക്കെ ചത്തുപോയാ? അപ്പൊ എന്താണ് കാണുന്നത് ഇവിടെ ഇപ്പൊ? മിസ്സിംഗ് പോയതാണോ? ചാടിപ്പോയാ? ആ കൂട്ടത്തൊന്നും ഇല്ല. ഇവിടെ മുതലല്ലോ ഉണ്ടാ? ഇന്നെന്തു ഉള്ളത്? കണ്ണാടി മുതലയാ? അതെന്ത് മുതലയാ? അങ്ങനെ ഒട്ടിച്ചിരിക്കുന്ന? അപ്പൊ നിലവിലിവിടെ മൃഗങ്ങളൊന്നും ഇല്ല, കുറവാ. പട്ടിമുച്ചേനും ഉണ്ടാ? അതും ഇല്ലേ? കേട്ടാ അതും ഇല്ല. എന്ത് ചെയ്യാനാ? ഞാൻ ജസ്റ്റ് ഇവിടെ വെറുതെ വന്നതാ. ബ്രോ എവിടെ സ്ഥലം? ഞാൻ കൊല്ലത്തുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പേ. കാണാൻ സന്തോഷം. പേര്? ഇതിപ്പോൾ ഇവിടെ കണ്ണിക്കണ്ട കടുവകളുണ്ടെന്ന് പറയുന്നത്. അത് കാരണം ഗേറ്റ് ചാടി. എവിടെയാണ് ടിക്കറ്റ്? മുമ്പിലാ ടിക്കറ്റ്. ഇത്ര വലിയ സ്ട്രീമിംഗ് സെറ്റപ്പിന് അവർ എടുത്ത് കളയുമെന്നൊരു ഡൗട്ടുണ്ട് എനിക്ക്. ഓരോ സ്ഥലത്തും നമുക്കിവിടെ എന്താണ് ഈ അക്വേറിയത്തിലോട്ട് കയറണം. 20 people versus ഗൊറില്ല ചെയ്യാൻ. മാനേജർ വേഴ്സസ് ഗൊറില്ല. നിനക്കെന്നെ കൊല്ലണല്ലേടാ? എന്നാണ് മ്യൂസിയം. എവിടെയാ നീ? എവിടെ ടിക്കറ്റ്? ഇനിയും പോണം അങ്ങോട്ട്? അപ്പൊ ഇത് ഇങ്ങോട്ട് വന്ന ഡൈനോസർ ഒക്കെ ഉണ്ട് കേട്ടോ. അറിയാവുന്ന ഒരുത്തൻ കൂടെയാണെന്ന് പറഞ്ഞപ്പോ അവനാണ് ഏറ്റവും കൂടുതൽ വഴി തെറ്റിക്കുന്നത്. അക്വേറിയൊന്നും വേണ്ട. ബിയർഡ് മീറ്റ്സ് ഫുഡ് ചാനൽ പോലെ റെസ്റ്റോറന്റ് ചാലഞ്ച് ചെയ്യൂ. എടാ ബിയർഡ് മീറ്റ്സ് ഫുഡ് ചാലഞ്ചിന് കേരളത്തിലെ റെസ്റ്റോറന്റ് ചാലഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. ബിയർഡ് മീറ്റ്സ് ഫുഡ് ഞാൻ കാണാറുള്ളൂ. എവിടെ പോവാൻ? ഇവിടെയാ? അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നേ ഇപ്പൊ? വേണ്ട നീ. ചേച്ചി ടിക്കറ്റ് കൗണ്ടർ എവിടെയാ? സൂവിന്റെ അവിടെയാ? സൂവിന്റെ കിങ് കോബ്ര. അബി ജൂനിയർ വ്ലോഗ്സ് നീയാണോ?
നമ്മുടെ ഫസ്റ്റ് സ്ട്രീം സ്നൈപ്പർ കിട്ടിയിരിക്കുകയാണ് എനിക്ക്. എവിടെയായിരുന്നു വീട്? ഓ, ഈ ബൈക്ക് വന്നാ കഴിച്ചോണ്ടിരുന്നപ്പോഴേ ലൈവ് കണ്ടത്. ഞാൻ നിങ്ങളിവിടെ കറങ്ങപ്പോഴേ എനിക്ക് മനസ്സിലായി. നേരെ നിങ്ങൾ ആദ്യം വന്നില്ലേ, അവിടെ ഞാൻ കയറിയാൽ മതിയായിരുന്നു. നിനക്ക് നല്ല ആക്സിഡന്റ് ഉണ്ടല്ലേ? തിരുവനന്തപുരം ആക്സിഡന്റ് ഉണ്ടല്ലേ? കണ്ടോ ചോദിക്കണേ, മനസ്സിലാവില്ലേ നിനക്ക് പറയുന്നു? ഞാൻ ഐസ്ക്രീം കൗണ്ടറാണെന്ന് അതങ്ങോട്ട് പോകുന്നത്. ഓ ഇതല്ലേ അതാ? അതോ ഇവനോട് നടന്ന ഞാൻ ചിലപ്പോൾ വാശി മാറിപ്പോ കേട്ടോ എനിക്ക്. നീ ഇവിടെ നിൽക്കാനാ? നമുക്ക് ടിക്കറ്റ് ഫ്രീ ആയിട്ട് തരാൻ പോണ? അറിയില്ല എന്തിനാ നീ പറയടേ, ഞാനും കുറച്ച് സൊല്ലട്ടെ. ഇവിടെ നിൽക്കുന്ന പറഞ്ഞത്, ഇവിടെ നിൽക്കുന്നതാ പറഞ്ഞു. എന്നാ സൈഡിലോട്ട് മാറി നിൽക്കാം. തിരുവനന്തപുരം ആക്സിഡന്റ് എങ്ങനെ? ടിക്കറ്റ് എടുക്കാൻ പോയതാണോ? എനിക്ക് ടിക്കറ്റ് എടുത്തൊന്നും വേണ്ട. എന്തിന്? എന്താ അവൻ ചൂണ്ടിക്കാണിക്കുന്നു? ഹായ്, അവിടുത്തെ റെസ്റ്റുള്ള ആൾക്കാർ ഫുള്ള് കൈ കളിക്കുന്നത്. എന്തിനാ കൈ? ഞാൻ നാളത്തേക്ക് എന്തെങ്കിലും എനിക്ക് നല്ല ക്യാമറ ആകുമ്പോൾ ഇവരെ കൊണ്ട് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവനെന്താണ് സെറ്റപ്പ് ചെയ്യാൻ പോയത്? അവൻ എന്ത് ഡീലിങ്സ് ആണ് അവിടെ ചെയ്തത് ഗൈസ്? എന്താണെങ്കിലും വിളിച്ചിട്ടുണ്ട്. തല്ലുപിടിക്കാനായിരിക്കും. ക്യാമറ ആദ്യം മാനേജർ ഇങ്ങോട്ട് വരട്ടെ. അങ്ങോട്ട് വരാനാ? എവിടെ കൂടി എൻട്രൻസ് അതാണെന്ന് വാ. ഇവൻ ഇങ്ങോട്ട് വന്നു. എന്താ സംഭവിച്ചത്? നീ ടിക്കറ്റ് എടുക്കാൻ പോയതാണോ? ടിക്കറ്റ് ഞാൻ എടുത്തനല്ല. അന്ന് ഇന്ന് ഫുള്ള് ചെലവല്ലോ. ഇനിയും വേണം? കേട്ടില്ല. സ്പീക്കറാ ആണോ? സ്പീക്കർ അവിടെ വെച്ചാൽ മതിയാ? ക്ലോക്ക് റൂമിൽ വെച്ചാൽ മതിയാ? സ്പീക്കർ പോയി നമുക്ക് നമ്മുടെ ഉണ്ടാക്കാനെ അവിടെ കൊണ്ട് വെക്കേണ്ടി വരുന്നു. മാനേജറിന്റെ ദീർഘവീക്ഷണം ഒബ്സർവേഷൻ ഹാക്ക് കാരണമാണ് എടുക്കായിരുന്നത്. പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞില്ല. ഈ സ്പീക്കർ ഒന്ന് വെക്കാനായിട്ട് ബ്ലൂടൂത്ത് സ്പീക്കർ. ഒരു 10 രൂപ അടച്ച്. അത് ഒബ്സർവേഷൻ ഹാക്കി പറഞ്ഞിട്ടില്ല 10 രൂപ അടക്കുന്നതായാലും കേട്ടോ ഗൈസ്. മൊബൈൽ നമ്പറാ ഞാൻ എഴുതി കാണിക്കുന്നത്. ബ്രോ നിങ്ങൾ ഫോറസ്റ്റിലേക്ക് വിട്ടോ, അവിടെ ആകുമ്പോൾ എല്ലാം പറയാൻ ബുദ്ധിമുട്ടാ. എടാ മുഹമ്മദ് റാഫിലേ, എടാ ആ സ്പീക്കർ ഒന്ന് വെക്കട്ടെ. ചേട്ടൻ പറഞ്ഞ ചേട്ടൻ വെറുതെ ഇരിക്കുവോ? പറയാതെ എഴുതിയാ മതി. ക്യാമറക്കകത്തോട്ട് പോകാം. നീ അങ്ങോട്ട് സൂം ചെയ്യണ്ട, എന്റെ സ്ക്രീൻ കാണും. ചേട്ടൻ എന്ത് ചെയ്യുന്നു ഇവിടെ? ആണോ? മുതലിനൊക്കെ ചേട്ടൻ നോക്കുക? അവനെ വിളിക്കാം. ചെടി മാത്രം നോക്കുന്നുള്ളൂ. അതെന്താ 10 UPI? മുതലിലോട്ടൊക്കെ പ്രൊമോഷൻ കിട്ടുക? എന്താ കീപ്പറാ? കൊറേ സാധനമൊക്കെ ചാടിപ്പോയെന്ന് കേട്ടാലേ ചത്തുപോയ? എന്താണ്? എല്ലാം ഉണ്ട്. ഞാനൊരു പൊതു വിവരം ചോദിച്ചത്. പൂക്കളൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഒരു മിനിറ്റ് ഒരു സെക്കൻഡ്. ഞാൻ ഒരു മിനിറ്റ് ഇപ്പൊ വിളിക്കാം. ചേട്ടന്റെ പളി പോയാലേ ഞാൻ കൂലി ചോദിച്ചിട്ട്. എടാ അവിടെ ക്യാമറക്ക് പൈസ കൊടുക്കണം. 1500 രൂപ. 1500 രൂപ? എനിക്ക് വയ്യ. ഈ സൂ അത്രയ്ക്ക് വേർത്തിട്ടായിരിക്കില്ല കേട്ടോ 1500. അടയ്ക്ക്. Was 1500 for a camera. I hope the zoo is worth it. Okay.